ജിൻഡോ നോക്കൂ, എത്ര സെൻസിബിളായിട്ടാണ് ജിജി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ആരോപണമായിട്ടൊന്നുമല്ല. ഒരു അച്ഛനെ കാണാതായതിൻ്റെ വേദന, ആ വേദനയേക്കാൾ ഉപരി ഇവിടുത്തെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാതിനെക്കുറിച്ചാണ് ജിജി ചൂണ്ടിക്കാണിക്കുന്നത്. നിസ്സംഗത, സർക്കാർ തുടർച്ചയാണെന്ന് പറയുന്നത് പോലെ നിസ്സംഗതയും ഒരു തുടർച്ചയാണോ ജിൻഡോ? സ്മൃതി, നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് ജിജി പറഞ്ഞത് ഞാൻ അതിനെ വൈകാരിക വിക്ഷുപ്താവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും, കണ്ടു നിൽക്കുന്നവർക്കും സംസാരിക്കുന്നവർക്കും മനസ്സിലാകില്ല. നഷ്ടം നേരിട്ട് ബാധിക്കുന്ന മനുഷ്യർ അവരാണ്. അതുകൊണ്ട് അതിനോട് പൂർണ്ണമായിട്ട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾക്ക് അപകടത്തിൽപ്പെട്ടു, കുറച്ച് പേർ മരണപ്പെട്ടു, 3 പേരെ കണ്ടെത്താനുണ്ട്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകളുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞത് പ്രകാരമുള്ള ആ നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ്, അതുപോലെ മറ്റ് ഏരിയലായിട്ടുള്ള സെർച്ചിങ്ങും ഇതെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന വിഴിഞ്ഞത്ത് മാത്രം 100 മണിക്കൂറോളം സെർച്ച് കഴിഞ്ഞു. മുതലപ്പുഴയിൽ ഏകദേശം 51 മണിക്കൂർ സെർച്ച് നടത്തി. പക്ഷെ നമുക്ക് നമ്മുടെ നിലവിലുള്ള സൗകര്യങ്ങൾ, നിലവിലുള്ള സന്നാഹങ്ങൾ, നമ്മളെ ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കടലിൻ്റെ വിക്ഷുപ്താവസ്ഥയും കാലാവസ്ഥ പ്രശ്നങ്ങളും ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില പരിമിതികൾ വരുന്നുണ്ട്. ആ പരിമിതികൾ ഇത് ശരിയാണ്. ഈ സർക്കാർ അധികാരമേറ്റിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയാം. എപ്പോഴും ഈ ദുരന്തം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഈ സംവിധാനങ്ങൾ ഇല്ലല്ലോ, ഇത്രയും സംവിധാനങ്ങളെ ഉള്ളല്ലോ എന്ന ആലോചനയും ചർച്ചയും നടക്കുക. അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഈ എന്താ പറയുക, പദം പറയുന്ന രൂപത്തിലേക്ക് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവുക. പക്ഷേ നടപ്പാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ പോലീസിൻ്റെ കാര്യത്തിൽ നേരത്തെ ഫാദർ യൂജിൻ പെരേര പറഞ്ഞ കണ്ടല്ലോ. കോസ്റ്റൽ പോലീസ് എന്ന് പറയുമ്പോൾ കടലിനെ അറിയുന്നവരാകണം ആ ഭാഗത്ത് പ്രവർത്തിക്കേണ്ട പോലീസ്. അങ്ങനെയല്ല, അതേക്കുറിച്ച് അറിയാത്തവരാണ്, മാത്രമല്ല താല്പര്യമില്ലാത്തവരുമാണ്. അങ്ങനെയുള്ളവർ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത്? ഇതൊരു ഓഫീസ് ടൈമിൽ ചെയ്യേണ്ട ജോലിയല്ല എന്ന് ജിജി ഓർമ്മിപ്പിച്ചത് കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ള ഇഷ്ടം പോലെ ഉണ്ടാകാം. അങ്ങനെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരെ തിരഞ്ഞെടുക്കുക എന്നതുകൂടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഈ പറഞ്ഞ പഴഞ്ചൻ കാലാവസ്ഥാ പ്രവചന രീതി, അതൊക്കെ സമയമെടുത്ത് പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന് പറയാമെങ്കിലും ഇത്തരം വളരെ വേഗത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ എത്രത്തോളം പരിഹരിക്കുന്നുണ്ട്? ഇപ്പോൾ തിരച്ചിൽ നടത്തിയെന്ന് പറയുമ്പോഴും ജിജി പറയുകയാണ് 18 നോട്ടിക്കൽ മൈൽ അകലെ നിന്നും കാണാതായ ആളെ 4 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി പരിശോധന നടത്തി തിരിച്ചെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ പരിശോധിച്ചോ എന്ന് ചോദിച്ചാൽ പരിശോധിച്ചു. എന്ത് പരിശോധനയാണ്? അല്ല, ഇതിലുള്ളൊരു പ്രശ്നം സ്മൃതി, അവർ ഇപ്പോൾ ഫാദർ യൂജിൻ പെരേര ആയാലും ജിജി പറഞ്ഞ 2 നിർദ്ദേശങ്ങളും അത് കുറെ കൂടി സ്വാഗതാർഹവും നമുക്ക് എളുപ്പത്തിൽ അത് നടപ്പാക്കേണ്ടതുമാണെന്നാണ് ഞാനും വിചാരിക്കുന്നത്. കോസ്റ്റൽ പോലീസിലായാലും ഇപ്പോൾ കാലാവസ്ഥാ പ്രവചന വിഭാഗത്തിലായാലും അത് ഒരു ജോലി എന്നുള്ളതിനേക്കാൾ അപ്പുറം, ഓഫീസ് ജോലി എന്നുള്ളതിനേക്കാൾ അപ്പുറം ആ പ്രദേശത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയും മറ്റു പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടി അതിനെ അനുഭവപൂർവ്വം പരിഗണിക്കാവുന്ന ആളുകൾ ആ തൊഴിൽ മേഖലയിലേക്ക് വരണം. അത് സർക്കാർ സംവിധാനങ്ങൾ അത് പരിശോധിച്ചിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുണ്ട്, ഡോണിയർ വിമാനം അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്, മറൈൻ പോലീസിൻ്റെ ബോട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടുകൾ ഉപയോഗിച്ചിട്ട്, അതുപോലെ ഹെലികോപ്റ്ററിൻ്റെ ഉണ്ട്, മറൈൻ ആംബുലൻസ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്ന പരമാവധി ഭാഗത്തേക്ക് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലുള്ള പ്രശ്നം കടലിൻ്റെ നിലവിലെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ചില പരിമിതികൾ വരുന്നു. ഇപ്പോൾ മുതലപ്പുഴ ഭാഗത്താണെങ്കിൽ തന്നെ വെള്ളത്തിന് തെളിച്ചം കുറവായതും മറ്റു പല പ്രശ്നങ്ങളും. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രയാസം വരികയാണ്. അത് ആ പ്രയാസം അവരുടെ പ്രയാസത്തിനോടൊപ്പമല്ല, പക്ഷേ അത്രയും വലുതല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ചില ഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകും. അതാരെങ്കിലും മനഃപൂർവ്വമായിട്ട് പരാജയപ്പെടുത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഉദ്യോഗസ്ഥനും ഒരു സർക്കാർ സംവിധാനങ്ങളും ഒരു മന്ത്രിയും മോശം പേര് കേൾക്കാൻ വേണ്ടി ചെയ്യില്ലല്ലോ. സ്വാഭാവികമായിട്ടും വന്നു പോകുന്ന ചില പരിമിതികളാണ് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള ചില സംവിധാനങ്ങളുടെ പരിമിതി, ഉപകരണങ്ങളുടെ പരിമിതി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇത് നമുക്കൊരു പാഠമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് 3 മാസം പോലും തികച്ചായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഭവമാണ് തരുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്താണെന്ന് കൃത്യമായിട്ട് വിലയിരുത്തി പഠിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടിയന്തരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മൾ അത്യാധുനികമായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റി കുറെ കൂടി മുന്നൊരുക്കത്തോടുകൂടി ഈ പ്രദേശത്തുള്ള മനുഷ്യരുടെ ആശങ്ക പരിഹരിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള കണ്ണീർ പൊഴിക്കേണ്ട സാഹചര്യം മേലാൽ ഉണ്ടാകാത്ത രീതിയിലുള്ള അവരെ കൂടി ചേർത്ത് മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിക്കുന്ന നയപരിപാടിയുമായിട്ട് സർക്കാർ പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും ചേർത്ത് പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല തുടക്കത്തിൽ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.